ഉയ്യോ 24 ദിവസമായി നമ്മൾ യുണൈറ്റഡിൻ്റെ ഒരു മാച്ച് കണ്ടിട്ട്, ഞാനും നിങ്ങളും നമ്മൾ ഓരോ യുണൈറ്റഡ് ഫാൻസും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. കണ്ട് തൃപ്തിയായി വയറ് നിറഞ്ഞു, എനിക്ക് നിങ്ങൾക്കും നിറഞ്ഞ് കാണും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഫസ്റ്റ് ഹാഫിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ആരുമായിട്ടാണ് കളിക്കുന്നത്? ലീഡ്സ് യുണൈറ്റഡുമായിട്ട് കളിക്കുന്നു, അതും ഓൾഡ് ട്രാഫോർഡിൽ. ലീഡ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം റൈവലറിയുടെ കാര്യത്തിൽ ലിവർപൂളിനേക്കാളും വലിയ റൈവലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ലിവർപൂൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും വലിയ നമ്മുടെ റൈവൽ ലീഡ്സ് ആണെന്ന് പറയുന്ന വേറെ ആൾക്കാരുണ്ട്. എന്താണേലും ഒരു യുണൈറ്റഡിൻ്റെ ഒരു വമ്പൻ റൈവൽ തന്നെയാണ്, അല്ലെങ്കിൽ വമ്പൻ എതിരാളി തന്നെയാണ് ലീഡ്സ് യുണൈറ്റഡ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ലീഡ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം നമ്മളെ അവസാനമായിട്ട് ഓൾഡ് ട്രാഫോർഡിൽ തോൽപ്പിക്കുന്നത് 1981-ലാണ്. അപ്പം സ്റ്റാറ്റ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് XG തന്നെ നോക്കിയോ. നമ്മുടെ XG എന്ന് പറയുന്നത് 0.19 ആണ് നമ്മുടെ XG. അവരുടെ XG എന്ന് പറയുന്നത് 1.96, ഏകദേശം 2-നടുത്ത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതി തന്നെ അവർ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട് നമുക്ക് 6 ഷോട്ട്, 2 ഓൺ ടാർഗറ്റ്. അവർക്ക് 10 ഷോട്ടുകൾ, 5 ഓൺ ടാർഗറ്റ്. അതിൽ 3 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. നമുക്ക് ഒരെണ്ണം പോലും ഇല്ല, നമ്മൾ ഒറ്റ ബിഗ് ചാൻസ് പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത 3 ബിഗ് ചാൻസും അവർ മിസ് ചെയ്തു. എന്നിട്ടും അവർ 2 ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ അതും കൂടെ അടിച്ചിരുന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഗോൾ ലൈൻ സേവ്, സെനെ ലാമൻസിൻ്റെ സേവുകൾ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 4 ഗോളെങ്കിലും മിനിമം നമ്മൾ കൺസീഡ് ചെയ്തേനെ. അപ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഫാൻസ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ. കാര്യം സെമന്യോയുടെ മുടിയെ പിടിച്ച് ഫുൾഹാമിൻ്റെ പ്ലെയർ വലിച്ചു. ആ സമയത്ത് അവർക്ക് റെഡ് കാർഡ് കിട്ടിയില്ല. നമ്മുടെ പ്ലെയർ അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് കാൾവർട്ട് ലെവിൻ്റെ മുടിയെ പിടിച്ച് വലിച്ചതിന് ഫൗള് കിട്ടുന്നു, അല്ലെങ്കിൽ റെഡ് കാർഡ് കിട്ടുന്നു. അപ്പോൾ അത്രയും ഭയങ്കരമായ ഒരു വലി നടന്നില്ല. അല്ലെങ്കിൽ കാൾവർട്ട് ലെവിൻ അതിനു മുന്നേ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ മുഖത്തടിക്കുന്നു, യോറോയുടെ മുഖത്തടിക്കുന്നു. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങൾ എടുത്തെടുത്ത് കാണിച്ച് എന്നാ പറയുന്നത്, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ റെഡ് കാർഡോ റഫറിയോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എന്നെ ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മാച്ചിൽ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ പിച്ചിലെ ആറ്റിറ്റ്യൂഡ്. തുടക്കം മുതൽ ശ്രദ്ധിച്ചോ, ബ്രൂണോ ഫെർണാണ്ടസ് മാച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് ബോൾസ്, സെക്കൻഡ് ബോൾസ്, നമ്മുടെ അഗ്രഷൻസ്, ഫസ്റ്റ് ബോൾ വിൻ ചെയ്യാനും സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാനും ടോട്ടലി ഉള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ അഗ്രഷനെ കുറിച്ചൊക്കെ ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നുണ്ട്. എനിക്കും മാച്ച് കണ്ടപ്പം തോന്നിയ അതേ കാര്യം അത് തന്നെയാണ്. നമ്മുടെ പ്ലെയേഴ്സിന് അവരുടെ പ്ലെയേഴ്സിനെ പോലെ മാച്ച് ജയിക്കണം എന്നുള്ള ആ ഒരു ത്വര അതില്ലായിരുന്നു. ഈ ത്വര എപ്പോഴാണ് വന്നത്? നമ്മുടെ പ്ലെയേഴ്സിന് ത്വര വന്നു. എപ്പോഴാണ് വന്നത്? ലിസാൻഡ്രോ മാർട്ടിനസിന് റെഡ് കാർഡ് കണ്ട് പുറത്തായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്ലെയേഴ്സിന് ആ ത്വര വന്നതും. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ആ ഒരു ഗോളും സ്കോർ ചെയ്തത്, കസമീറോടെ ആ ഒരു ഗോളും. അപ്പം നമ്മുടെ ഗോൾ സ്കോറിങ് ചാൻസസ് നോക്കിയാൽ ഒന്നുകിൽ ബാക്കിൽ നിന്ന് ആരെങ്കിലും ലോങ് ബോൾസ് ഫീഡ് ചെയ്യണം, ഒന്നുകിൽ അമാദിന് റൺസ് അല്ലെങ്കിൽ സെസ്കോയുടെ റൺസ്, ഇതിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീ കിക്കുകൾ, കോർണേഴ്സ്, ഇതുവഴിയുള്ള ക്രോസസ്. അപ്പോൾ ബോക്സിലോട്ട് ക്രോസസ് കൊടുക്കുക, മാക്സിമം പ്ലെയേഴ്സിനെ ബോക്സിലേക്ക് തള്ളി നിർത്തി നമ്മൾ അറ്റാക്ക് ചെയ്യണം. സെറ്റ് പീസ് വഴി ഹെഡർ ചാൻസസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ചാൻസസ് ആയിട്ട് ഇന്നത്തെ മാച്ചിൽ കാണാൻ വേണ്ടി പറ്റിയത്. അപ്പം കസമീറോടെ ആ ഒരു ഹെഡർ ഗോള് കഴിഞ്ഞാലും സെസ്കോയ്ക്ക് കിട്ടിയ ഹെഡർ ചാൻസ്,
അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പിന്നെ കസമീറോടെ ചാൻസ് കാൾവർട്ട് ലെവിൻ ബോക്സിനകത്ത് നിന്നിട്ട് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ചാൻസുകളൊക്കെ ആ രീതിയിലാണ് നമ്മൾ കൂടുതലും ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ത്രട്ടണിങ് എന്നുള്ള രീതിയിൽ നമ്മളെ കണ്ടത്. ആ രീതിയിലാണ് ഈ ബോക്സിലോട്ട് വരുന്ന ക്രോസസ്, അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഹെഡർ. അപ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ല. ഏത് വിധേനയും നമ്മൾ ഗോൾ അടിക്കുക, ജയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് മാച്ചിൽ കണ്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു സമനില, ഓൾഡ് ട്രാഫോർഡാണല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു സമനിലെങ്കിലും. പലരും യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഒരു ഷാർപ്നെസ് കുറവ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഷാർപ്നെസ്, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താ, 24 ദിവസമായി നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ട് അതുകൊണ്ടാണ് യുണൈറ്റഡ് ഈ രീതിയിലുള്ള ഫുട്ബോൾ കളിക്കുന്നത് അല്ലെങ്കിൽ ഷാർപ്നെസ് ലാക്ക് ചെയ്യുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം ലീഡ്സ് യുണൈറ്റഡിനും ബാധകമാണല്ലോ. അവരും 1-2 ആഴ്ചയ്ക്ക് മുകളിലായി ഫുട്ബോൾ കളിച്ചിട്ട്. ഇത് ജയിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞ ആ ഒരു ത്വര, അതിൻ്റെ കുറവ് തന്നെയാണ്. പിന്നെ കോബി മേനു ഇല്ലാത്ത നമ്മുടെ മിഡ്ഫീൽഡ്, ഇതൊക്കെയാണ് പലരും നമ്മുടെ തോൽവിക്ക് കാരണമായിട്ട് പറയുന്നത്. കോബി മേനു ഇല്ലെങ്കിൽ ഈ ടീം വെച്ചുകൊണ്ട് ലീഡ്സ് പോണക്കത്തെ ഒരു ടീമിനെതിരെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലേ? ഇത് പ്യോർ ഇൻറ്റൻറ്റ്, മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ജയിക്കാനുള്ള ആഗ്രഹം വേണം, അതിനനുസരിച്ച് മരിച്ച് കളിക്കണം. ഞാൻ വേറൊരു കാര്യം, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കൽ ക്യാരിക്കിൻ്റെ ഭാഗത്ത് കറക്റ്റ് സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് മൈക്കൽ ക്യാരിക്ക് നടത്തുന്നില്ല. വേറെ ഏതൊരു ടീം അല്ലെങ്കിൽ ഏതൊരു കോച്ച്, നമ്മളിപ്പം ബാർസയും റയലും PSG ഒക്കെ കളിക്കുന്നത് നമ്മളും കാണുന്നതല്ലേ. അപ്പം അവിടെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ടീം മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ എന്താണെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നുകിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ നടത്തും, അല്ലെങ്കിൽ മിനിമം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ നടത്തും. ഇന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് 70ാമത്തെ മിനിറ്റിലാണെന്ന് ഓർക്കണം. നമ്മുടെ റെഡ് കാർഡ് കണ്ട് ലിസാൻഡ്രോ മാർട്ടിനസ് പോയി, അത് കഴിഞ്ഞ് നമ്മൾ ഗോളും സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ എന്തുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ വരുന്ന മിക്ക മാനേജേഴ്സിനുള്ള പ്രശ്നമാണ് അത്. ഡ്രസ്സിംഗ് റൂമിലെ ഈഗോസിനെ സംതൃപ്തിപ്പെടുത്താനുള്ള പരിപാടിയാണോ എന്താണോ എന്നറിയത്തില്ല. ഇങ്ങനത്തെ പരിപാടികളും ഇങ്ങനത്തെ റിസൾട്ടുകളും എന്താണെങ്കിലും മൈക്കൽ ക്യാരിക്കിന് മുന്നോട്ട് ആ ഒരു യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള ജോലി കിട്ടേണ്ടതിന് വലിയൊരു തടസ്സമായിട്ട് മാറും. എന്താണെങ്കിലും ഞാൻ ഈ ഒരു തോൽവി കൊണ്ട് മൈക്കൽ ക്യാരിക്കിനെ ഒഴിവാക്കണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ മൈക്കൽ ക്യാരിക്ക് മാത്രം എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകാൻ പാടില്ല. മാക്സിമം ഓപ്ഷൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു എന്നാ പറയുന്നത്, മാക്സിമം ഓപ്ഷൻസിന് വേണ്ടി നമ്മൾ പോകണം. മാക്സിമം ഇൻ്റർവ്യൂസും കാര്യങ്ങളും നടത്തണം. എന്തേലും മൈക്കൽ ക്യാരിക്കിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ നടത്തേണ്ടത് സീസണിൻ്റെ അവസാനമായിരിക്കണം. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ മാക്സിമം ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് പോകാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ റിസൾട്ട് കഴിഞ്ഞ 1-2 മത്സരങ്ങൾ, 2-3 മത്സരങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടും അതുപോലെ തന്നെ മൈക്കൽ ക്യാരിക്കിൻ്റെ ഗെയിം മാനേജ്മെൻറ്റും പരിപാടികളൊക്കെ കണ്ടിട്ട് ചെറിയ ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഞാൻ ഒരിക്കലും മൈക്കൽ ക്യാരിക്കിനെ തള്ളാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസിന് റെഡ് കാർഡ് കിട്ടിയത് ആ മുടിയെ പിടിച്ച് വലിച്ച് ആ ഒരു വയലൻ്റ് കണ്ടക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് റെഡ് കാർഡ് ലിസാൻഡ്രോ മാർട്ടിനസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് കാർഡ് പ്രകാരം ലിസാൻഡ്രോ മാർട്ടിനസ് അറ്റ്ലീസ്റ്റ് 3 മത്സരങ്ങൾ മിസ്സാവും. അപ്പോൾ 3 മത്സരങ്ങൾ എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത മത്സരം ചെൽസി ആയിട്ട് 18-ാം തീയതി ചെൽസി ആയിട്ട് മത്സരം, അത് കഴിഞ്ഞ് ബ്രെൻറ്റ്ഫോർഡ് ഹോം, അതുപോലെ തന്നെ ലിവർപൂൾ ഹോം. ഈ 3 മത്സരങ്ങളാണ് മിസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെൽസി, ലിവർപൂൾ അങ്ങനത്തെ 2 വമ്പൻ മത്സരങ്ങൾ ലിസാൻഡ്രോ മാർട്ടിനസിന് കാണത്തില്ല. മഗ്വയർ ആണെങ്കിലും അടുത്ത മത്സരം കൂടെ മഗ്വയറിന് എന്താണെങ്കിലും സസ്പെൻഷൻ കാണും. അപ്പം നമ്മുടെ ബാക്ക് ലൈൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇതുകൊണ്ട് തന്നെയാണ് ബാക്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സെൻറ്റർ ഹാഫിനെ നമ്മൾ സൈൻ ചെയ്യണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് മാർക്കോസ് സെനസിയുടെ പേര് വീണ്ടും എടുത്തെടുത്ത് പല ജേർണലിസ്റ്റുകളും പറയുന്നുണ്ട്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ പുള്ളി ഫ്രീ ഏജൻ്റാണ്, സീസണിൻ്റെ അവസാനം പുള്ളി എന്താണേലും ബോൺമുത്തിൽ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്നു. മാക്സിമം ഓപ്ഷൻസ് പുള്ളി നോക്കുന്നു. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുമായിട്ട്
മാർക്കോസ് സെനസിയുടെ ഏജൻസ് സംസാരിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ മുന്നിൽ കാണുമ്പോഴത്തേനും യുണൈറ്റഡ് ചാടി വീഴണം, എന്ത് വില കൊടുത്ത് നമ്മൾ സൈൻ ചെയ്യണം. എന്ത് വില കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയാസം കാണിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പം ചെൽസിയും ടോട്ടൻഹാമും നമ്മളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നൊക്കെ ഫബ്രീസിയോ റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ടോട്ടൻഹാം എന്ന് പറയുന്ന റെലിഗേഷൻ കണ്ടൻറ്റേഴ്സാണ്. ചെൽസിയുടെ സ്ഥിതി മോശമാണ്. നമ്മൾ ചാടി വീഴണം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ബാക്ക് ലൈൻ ഭയങ്കര മോശമാണ്. ബാക്ക് ലൈനിൽ ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആരെയൊക്കെയാണ്? ലെനി ഓറോ ഹെവനാണ്. 2 കൊച്ചു പിള്ളേരെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർക്കണം. എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആ ഒരു ബാക്ക് ലൈനിൽ നമുക്ക് വേണം. നമ്മൾ പലരും പറയും നമ്മുടെ ഡിഫൻസ് മാത്രമല്ല, അറ്റാക്കും ഡിഫൻസും മിഡ്ഫീൽഡും എല്ലാം ഇന്ന് ഭയങ്കര മോശമായിരുന്നു. ഒരെണ്ണത്തെ മാത്രം എടുത്ത് പറയാൻ പറ്റത്തില്ല. ത്രൂ ഔട്ട് ദ മാച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേനും പല പ്ലെയേഴ്സും കുറച്ചുകൂടെ സ്റ്റെപ്പ് ചെയ്തു. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മാച്ചിൽ സെനെ ലാമൻസ്, ബ്രൂണോ ഫെർണാണ്ടസ്, കസമീറോ, ഒരു പരിധിവരെ മത്തേസ് കുണിയ, അപ്പം ഇത്രയും ആൾക്കാർ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്, ഇതായിരുന്നു മത്സരം. ബാക്കിയുള്ളവരൊന്നും പിക്ചറിലില്ലായിരുന്നു. അപ്പം തുടരെ ഇനിയിപ്പോൾ മത്സരങ്ങൾ വരും. 4 ദിവസം കഴിയുമ്പോഴത്തേനും ചെൽസിയായിട്ട് മത്സരം വരും. മത്സരം വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കേട് അതോടെ അങ്ങ് മാറും. അപ്പം സൈനിങ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിലും ഡിഫൻസിലുമൊക്കെ നമുക്ക് വൻ അപ്ഗ്രേഡ് കിട്ടിയേ പറ്റത്തുള്ളൂ. മിഡ്ഫീൽഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്പർ 6ഉം നമ്പർ 8 പൊസിഷനിലും നമുക്ക് 2 പ്ലെയേഴ്സിനെ വെച്ച് വേണം. ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിയിൽ 2 പ്ലെയേഴ്സിനെ വെച്ച് വേണം. ഉഗാർത്തയൊന്നും യുണൈറ്റഡിന് വേണ്ടി കളിക്കേണ്ട പ്ലെയറല്ല. പ്രത്യേകിച്ച് അടുത്ത സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിക്കേണ്ടതാണെന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് മിനിമം ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് അവിടെയൊക്കെ പോയി ഫൈറ്റ് ചെയ്യേണ്ട അറ്റ്ലീസ്റ്റ്. അല്ലാതെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അടിച്ച് നശിപ്പിച്ച് വന്ന് തിരിച്ച് വരേണ്ട, നാണം കെട്ട് തിരിച്ച് വരാൻ വേണ്ടിയാണോ ഈ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന സാധനം മേടിക്കുന്നത്? അപ്പം ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുക, സ്ക്വാഡ് അപ്ഗ്രേഡ് ചെയ്യുക, ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നേടുക, പോവുക, തകർക്കുക. മാക്സിമം മാച്ച് നമുക്ക് അടുത്ത സീസണിൽ നമുക്ക് കാണണം. അതൊക്കെയാണ് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം. ഈ ഒരു തോൽവിയുടെ ഇടയ്ക്ക് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ഇന്ന് കസമീരോയ്ക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റ്, അത് പുള്ളിയുടെ ഈ ഒരു സീസണിലെ 17ാമത്തെ അസിസ്റ്റാണ്. അപ്പം ആ ഒരു 20 ഗോളെന്ന് പറയുന്ന, അല്ലെങ്കിൽ 20 അസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ബ്രൂണോ ഫെർണാണ്ടസിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട്. ബാക്കിയുള്ള 6 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 4 അസിസ്റ്റ് നേടി ആ റെക്കോർഡ് സ്വന്തമാക്കുക. മിനിമം അതെങ്കിലും ആ മനുഷ്യൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീസണിലെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദ ഇയർ ആയി മാറാനും പുള്ളിക്ക് സാധിക്കട്ടെ. അതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു എളിയ ആഗ്രഹം. അപ്പം മാച്ചിനെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.